ചെമ്പനിപ്പൂ സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് വർഷയുടെ താലി പിരിച്ചു കോർക്കൽ പരിപാടിയിൽ എങ്ങനെയും സച്ചിയെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് വർഷയും അതുപോലെ ശ്രീകാന്തിനെയും വീട്ടിലേക്ക് കൊണ്ടുപോകാന്നുള്ള മഹിമയുടെ ഐഡിയ ഓരോന്നായിട്ട് വർക്കൗട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സച്ചിയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പൊളിച്ചടക്കുന്നുണ്ട് കേട്ടോ. ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർഡിലും അതുപോലെ പിൻ കമൻ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. അങ്ങനെ രേവതിയെ ചന്ദ്രമതി വിളിക്കുന്നത് പ്രകാരം രേവതി സച്ചിയുടെ അടുത്ത് അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. സച്ചിക്ക് അരികിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീര ഏർപ്പാടാക്കിയിരിക്കുന്ന ആ ആളുണ്ടല്ലോ, അദ്ദേഹം വരുവാണ്. സച്ചിയുടെ ഭാര്യ പോയിട്ടുണ്ട്, അവൻ തനിയാണ് ഇരിക്കുന്നത്, ഞാൻ പോയിട്ട് ഒന്ന് പരിചയപ്പെടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അരികിലേക്ക് ചെല്ലുന്നത്. അദ്ദേഹം അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും അങ്ങോട്ടേക്ക് രവിയും അതുപോലെ അശോകനും കൂടി വരുന്നുണ്ട്. അവർ രണ്ടുപേരെയും കണ്ണുമ്പോഴേക്കും നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ഛ വാ അച്ഛ വാ അങ്കിളെ ഇവിടെ ഇരിക്കും എന്ന് പറയണേ. സച്ചി നീ എന്താ ഇത്രയും നിശബ്ദതയോടുകൂടി ഇരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ പറയുന്നത് ഞാൻ കാരണമാണ് എല്ലാ പ്രശ്നം വരുന്നത് എന്നുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. എത്ര അടി കൊണ്ടുകഴിഞ്ഞാലും എന്ത് സംഭവിച്ചാലും ഞാൻ സമാധാനമായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ തീരുമാനിച്ചു. സച്ചി സമാധാനമായിട്ടിരിക്കുക, അടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എപ്പോഴും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതാണ് അഴകായിട്ടുള്ളൊരു കാര്യം. ദിവസവും ഞാൻ അടി വാങ്ങാനാണോ അച്ഛ? അതൊക്കെ വിട അച്ഛ, അതൊക്കെ ഞാൻ എൻ്റെ കാര്യങ്ങളല്ലേ. പിന്നെ അച്ഛ ഇവിടെ തന്നെ ഇരിക്കേ, അച്ഛൻ എങ്ങോട്ടും പോലെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുഞ്ഞു പിള്ളേരെ കൂട്ട് നിന്നെ ഞാൻ അവിടുന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നില്ലേ, പിന്നെ ഞാൻ എങ്ങോട്ട് പോവാനാ? ഇരിക്കച്ച എന്ന് പറയുമ്പോൾ ഇവനെ കൊണ്ട് തോറ്റോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും നമ്മുടെ സച്ചിക്ക് അരികിൽ തന്നെ ഇരിക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ നമ്മുടെ രവിയുടെ കൈ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. നീ എന്തിനാടെ കൈ പിടിക്കുന്നത്, വിടുന്നൊക്കെ രവി പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നിട്ട് രവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന്. ഞാനിതാ സച്ചിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എന്ത് സംസാരിക്കാനാണ്, നിങ്ങൾ അവിടെ പോയിട്ട് മുമ്പിൽ പോയി ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവിടെ വേറെ ആരുടെയോ പരിപാടിക്ക് വന്നതുപോലെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ചന്ദ്ര നീ പറയുന്നത്? നിങ്ങൾ പോയിട്ട് വർഷയുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുക. അയാളുടെ അടുത്ത് ഞാൻ എന്ത് സംസാരിക്കാനാണെന്ന് രവി. നമ്മളെ ക്ഷണിച്ചിട്ട് അവര് ഇത്രയും ഗ്രാൻഡായിട്ട് പരിപാടി നടത്തുമല്ലേ, അതുകൊണ്ട് അവരുടെ കൂടെ നിന്നിട്ട് വരുന്നവരുടെ അടുത്തൊക്കെ സംസാരിക്കുക. മധുസൂദനൻ തന്നെ വിളിച്ചു എന്നുള്ള കാര്യം മഹിമ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് സംസാരിക്കുന്നൊക്കെ പറയണേ ചന്ദ്ര. അതിനിടയ്ക്ക് അശോകൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഞാനും അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യാനാ, എപ്പോൾ വരും എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുമ്പോൾ രവിയുടെ അടുത്ത് നിങ്ങൾ ചെല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ചന്ദ്ര പോയി കഴിഞ്ഞതിന് ശേഷം അശോകന്റെ അടുത്ത് പറയുന്നുണ്ട്, ചന്ദ്രമതി പറഞ്ഞത് ശരി തന്നെയാണ്, നമ്മൾ ഇവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ അതിനും വേറെ എന്തെങ്കിലുമൊക്കെ പറയും, നമുക്ക് എന്തായാലും അങ്ങോട്ട് ചെല്ലാം എന്ന് പറഞ്ഞിട്ട് രവിയും അശോകനും പോകുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, അച്ഛ പോവല്ലേന്നൊക്കെ. എടാ നീ മിണ്ടാതെ അവിടെ ഇരുന്നോ, ഞാൻ ഉടനെ തന്നെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രവി അവിടുന്ന് പോവാണേ. ഇതെന്താണ് എല്ലാവരും എന്നെ തനിയെ വിട്ടിട്ട് പോകുന്നത്, എന്തായാലും കൈയൊക്കെ കെട്ടിയിട്ട് മിണ്ടാതെ ഇരിക്കാം എന്ന് പറഞ്ഞ് സച്ചി അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവരും പോയ തക്കം നോക്കിയിട്ട് അദ്ദേഹം വീണ്ടും വരുന്നതേ. വേറെ ആരുമല്ല, മീര പറഞ്ഞല്ലോ നമ്മളെ സച്ചിയെ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അയാൾ തന്നെ. ബോസെ എന്നെ അറിയുമെന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സച്ചി തിരിഞ്ഞു നോക്കിയിട്ട് അറിയാന്ന് പറയുന്നുണ്ട്. അല്ല നിങ്ങൾക്ക് എങ്ങനെ എന്നെ അറിയുന്നത്, നിങ്ങൾ എന്റെ ഫ്രണ്ടിലല്ലേ ഇരിക്കുന്നത്, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എപ്പോഴോ, ഞാൻ ഇപ്പോഴല്ലേ നിങ്ങളെ കണ്ടത്. ബോസ് അപ്പോഴേക്കും എന്നെ മറന്നോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം ബോസിന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. എനിക്കറിയെങ്കിൽ ഞാൻ അറിയുന്നുള്ള കാര്യം പറയും, പക്ഷേ ഇങ്ങനെ ഒരു മുഖം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അതേ ബോസെ, എന്റെ മുഖം അങ്ങനെയാണ്, ഓരോ തവണ കാണുന്ന സമയത്തും പുതിയതായിട്ട് ഒരാളെ കാണുന്നത് പോലെ തോന്നുന്നെന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ തോന്നിയില്ലല്ലോ എന്ന് സച്ചി. ബോസ് ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക്, 6 ദിവസം മുമ്പ് ഏതൊരു ബാറിന്റെ പേര് പറഞ്ഞിട്ട് അവിടേക്ക് വരാറില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ആ ബാറിലല്ലോ വേറെ ബാറിലാണല്ലോ പോകുന്നതെന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. അല്ല ഈ ബാറിലേക്ക് പോകുന്നത് ആ വഴിയാണല്ലോ, അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ ബാറിൽ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടെന്നും നമ്മൾ ഒരുമിച്ച് കുടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണേ. നമ്മളൊന്ന് ചോദിക്കണേ സച്ചി, നിങ്ങളുടെ പേര് സച്ചി കാർ ഡ്രൈവർ ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് സച്ചി. കണ്ടില്ലേ ഞാൻ എത്ര കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞെന്നുള്ള കാര്യം. അന്ന് എനിക്ക് ഓംലേറ്റ് നിങ്ങൾ ഓർഡർ ചെയ്തിരുന്നില്ലേ, എന്നെ കൊണ്ട് കാശ് പോലും കൊടുപ്പിച്ചില്ല എന്നൊക്കെ പറയണേ. ഓ ആണോ, എനിക്ക് ഓർമ്മയില്ലാതെ സച്ചി. എന്തായാലും ബോസേ ഞാനിതൊന്നും മറന്നിട്ടില്ല, എനിക്ക് നല്ല ഓർമ്മയാണ്. ഇവിടെ വെച്ച് നിങ്ങളെ കാണാൻ വേണ്ടി പറ്റുമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചില്ല. കൈതാ ബോസ് എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയണേ സച്ചി.
നിങ്ങൾ ആൺപിള്ളേരുടെ സൈഡിൽ നിന്നാണോ വന്നതെന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോ അതെ, നിങ്ങളോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പെൺ സൈഡിൽ നിന്നാണ് പറയണേ. ഇതില് 2 പെണ്ണുങ്ങളുണ്ടല്ലോ, അതില് ആരുടെ സൈഡാന്ന് സച്ചി ചോദിക്കുമ്പോ രണ്ടാമത്തെ ആളുടെ. ഓ, അപ്പൊ ശ്രീകാന്തിന്റെ ഭാര്യ വീട്ടിൽ നിന്നാണല്ലേ. പക്ഷേ നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അങ്ങനെ അയാള് ബദ്ധത്തെ കുറിച്ച് പറയാൻ കേട്ടോ. ഇന്ന ആളുടെ ഭാര്യയുടെ മറ്റേത് മറിച്ചത് പറഞ്ഞിട്ട് കുറേ അങ്ങ് പറയുന്നുണ്ട്. ഇത്രയും നിങ്ങൾ നീട്ടി പറയുന്നതിനേക്കാൾ നല്ലത് കുറച്ച് അകന്ന ബന്ധം എന്നുള്ള കാര്യം പറഞ്ഞാൽ പോരായിരുന്നു. ബോസ് എന്തായാലും ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. പിന്നെ അന്ന് ഓംലേറ്റിന്റെ പണം മേടിച്ചില്ലല്ലോ എന്റെ കയ്യിൽ നിന്ന്. ആരെങ്കിലും എനിക്ക് സഹായം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല എന്നുള്ള കാര്യം പറയാണ്. എന്തായാലും നിങ്ങൾക്ക് എപ്പോഴാണ് ഞാൻ പണം തന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ പണം സന്തോഷത്തോടു കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒരിക്കലും തിരിച്ചു മേടിക്കാറില്ലെന്ന് സച്ചി. ആഹാ, എന്തൊരു പോളിസി, സൂപ്പറാണ് ബോസ് എന്നൊക്കെ സച്ചിയുടെ അടുത്ത് അദ്ദേഹം. എങ്ങനെ നോക്കിയിട്ടും എനിക്ക് നിങ്ങളെ ഓർമ്മ വരുന്നില്ലല്ലോ എന്ന് സച്ചി പറയുന്ന സമയത്ത്, നിങ്ങൾ ഇപ്പൊ ഓർമ്മ ഉണ്ടാവില്ല, പോകെ പോകെ ഓർമ്മ ആയിക്കോളും, നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നൊക്കെ പറയാണ് കേട്ടോ സച്ചിയുടെ അടുത്ത് അദ്ദേഹം ചിരിച്ചുകൊണ്ട്. തുടർന്ന് നമ്മുടെ രവിയാണെന്നുണ്ടെങ്കിൽ മധുസൂദന്റെ അരികിൽ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. മധുസൂദനാണെങ്കിൽ 2 പേരുടെ അടുത്ത് ഭയങ്കര സംസാരമാണ്. രവി അവിടെ വന്ന് നിൽക്കുന്നത് പോലും ശ്രദ്ധിക്കുന്നില്ലേ. അശോകന് അത്ര അങ്ങ് ദഹിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് രവിയെ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം വിളിച്ചിട്ടാണ് നിന്റെ അടുത്ത് ചെല്ലാൻ വേണ്ടി പറഞ്ഞെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് അയാളൊന്ന് നോക്കുന്നു പോലും ഇല്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോ, ഈ ഫംഗ്ഷൻ നടത്തുന്നത് തന്നെ അയാളുടെ മുമ്പിൽ നമ്മൾ ചെന്നിങ്ങനെ നിൽക്കണം യാചിക്കുന്നത് പോലെ. അത് മാത്രമല്ല, അയാളെ ഒന്ന് വിളംബരം നടത്താൻ വേണ്ടിയിട്ടാണല്ലോ അയാൾ ഇത്രയും വലിയൊരു ഫംഗ്ഷൻ തന്നെ നടത്തുന്നത്. അങ്ങനെ വെച്ചാ നിന്നോടുള്ള ദേഷ്യം അയാൾക്ക് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്നാണോ രവി എന്നുള്ള കാര്യം ചോദിക്കുകയാണേ അശോകൻ. ദേഷ്യമൊന്നുമല്ല, പക്ഷെ എന്നെ പോലത്തെ ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തിന്റെ ബന്ധുവായല്ലോ, അതിന്റെ ഒരു കുറച്ചില്. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന സാറല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേന്ന് പറയാണ്. ആ സാറാണെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് രവിയെ കാണുകയും രവിയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രവി എന്ന് പറഞ്ഞു വിളിക്കുമ്പോ, നമസ്കാരം സാർ, സാറിന് എപ്പോഴും ഞങ്ങൾ ഓർമ്മയുണ്ടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, എങ്ങനെ രവി നിന്നെ മറക്കാൻ വേണ്ടി പറ്റുമോ? നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ഡിസിപ്ലിനുള്ള എംപ്ലോയി ആയിരുന്നില്ലേ മധുസൂദനൻ. ഇവരുടെ മകനാണോ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മധുസൂദനൻ അതെ എന്ന് പറയുന്നുണ്ട്. പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നുള്ള ബന്ധം ഒരു വ്യത്യാസം നോക്കാതെ ഇവരുടെ മകന് സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുത്തില്ല. യു ആർ റിയലി ഗ്രേറ്റ് എന്നൊക്കെ മധുസൂദനന്റെ അടുത്ത് പറയുന്നുണ്ട്. സർ, ചില കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ചതുപോലെ നടക്കില്ലല്ലോ സർ. എവിടെയോ ഇരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോ ഗോപുരവാഴ്ചയൊക്കെ കിട്ടുന്ന കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഇതും. മധുസൂദനൻ പറയുന്നത് കാര്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലായില്ലെന്ന് ആ സാറ് പറയുന്ന സമയത്ത്, നത്തിങ് സർ, സാറിനത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണേ. അദ്ദേഹം പോയിട്ട് അശോകൻ പറയുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ അവന്റെ അഹങ്കാരം, എന്ത് ജാടയില സംസാരിച്ചിട്ട് പോയതെന്ന് കണ്ടോ? ഇവൻ വലിയ ഗോപുരാണെന്നും നമ്മള് വെറും കുപ്പയാണെന്നുള്ള കാര്യമാണ് അവൻ പറഞ്ഞിട്ട് പോകുന്നത്. ഇവനൊന്നും ഒരിക്കലും തിരുത്താൻ വേണ്ടി പറ്റില്ല. ഭാഗ്യത്തിന് സച്ചി ഇതൊന്നും കേട്ടില്ല. അത് കേട്ടായിരുന്നെങ്കിൽ അവനെ അന്നേരം തന്നെ തീർത്ത് കളഞ്ഞേനെ. എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള കാര്യം എനിക്ക് പേടിയുണ്ടെന്ന് രവി പറയുന്ന സമയത്ത് അതൊന്നും സംഭവിക്കില്ല, അദ്ദേഹത്തിന്റെ അടുത്ത് മാറി നിന്നാ മതി എന്നുള്ള കാര്യം രവിയുടെ അടുത്ത് അശോകൻ പറയാണ്. തുടർന്ന് നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ ബാമയും കൂടി ചേർന്ന് ഇങ്ങനെ സംസാരിച്ചു വരുന്നുണ്ട് കേട്ടോ. ഈ ശ്രുതിയുടെ അച്ഛൻ എപ്പോഴാ വരിക എന്നുള്ള കാര്യം ആർക്കും അറിയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, എങ്ങനെ ചന്ദ്ര എനിക്ക് അതിനെക്കുറിച്ച് അറിയുന്നത്, ഞാൻ പണ്ട് മലേഷ്യയിലൊന്നും പോയിട്ടില്ലല്ലോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ബാമ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് മഹിമ വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, ശ്രുതി എവിടെ, അവിടെ ഇതുവരെ റെഡി ആയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവളെന്താ കല്യാണത്തിനാണോ റെഡി ആവുന്നത്? ഇതാ നേരം പോവാറായി, ഇനി ശ്രുതിയുടെ കഴിഞ്ഞിട്ട് വേണ്ടേ വർഷയുടെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം മൂത്ത മരുമകൾക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്നുള്ള കാര്യം ചന്ദ്ര തന്നെയല്ലേ പറഞ്ഞത്. അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പായിട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയണേ. പ്രശ്നമോ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോൾ, അല്ല, നേരം വൈകി നടന്നതിന്റെ പേരിൽ ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ലല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. പെട്ടെന്ന് തന്നെ ശ്രുതിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മഹിമ അവിടുന്ന് പോവാണ്. ഇവരാണെങ്കിൽ വന്നിട്ട് തിരക്ക് കൂട്ടുന്നു. ശ്രുതിയുടെ അച്ഛനാണെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല, അവളുടെ കല്യാണമോ കണ്ടില്ല, ഇതെങ്കിലും കണ്ടോട്ടെ എന്നുള്ള കാര്യം വിചാരിക്കുക. അദ്ദേഹമാണെങ്കിൽ വരികയും ചെയ്യുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി നേരെ ചെല്ല് രവിയെ വിളിക്കാൻ കേട്ടോ, ഒന്ന് ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് രവിയുടെ അടുത്ത് ചോദിക്കുന്നത് വേറൊന്നുമല്ല, ആദ്യം വർഷയ്ക്ക് ചടങ്ങ് ചെയ്യട്ടെ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. ആദ്യം കല്യാണം കഴിഞ്ഞത് ശ്രുതിയുടെ അല്ലേ, ശ്രുതിക്ക് കഴിഞ്ഞതിന് ശേഷം വർഷയ്ക്ക് ചെയ്താൽ പോരെന്ന് ചോദിക്കുമ്പോൾ, ശ്രുതിയുടെ അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ, അവര് എത്തിയില്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ, രാത്രി മുതൽ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതുവരെ എത്തിയില്ലേ, എന്തോ ലേറ്റ് ആണെന്നുള്ള കാര്യം തോന്നുന്നത്. എന്തായാലും മകളുടെ കല്യാണം തന്നെ അവര് കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതവര് കണ്ടോട്ടെ,
പിന്നെ വർഷയ്ക്ക് നമുക്ക് ആദ്യം ചടങ്ങുകൾ നടത്താം, ടൈം ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അതിനിടയ്ക്ക് ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മേ എന്താ ഇങ്ങനെ പറയുന്നത്, ശ്രുതിക്കല്ലേ ആദ്യത്തെ റൈറ്റ് ഉള്ളെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ റൈറ്റ്സ് ഉണ്ട്, പക്ഷെ ഇതുവരെ അവളുടെ അച്ഛനെ കാണണ്ടേ, അവര് വന്നോണ്ടിരിക്കുകയല്ലേ. എങ്ങനെ നോക്കിയാലോ അമ്മേ എന്റെ വൈഫല്ലേ സീനിയർ, അവൾക്ക് നടത്താതെ വർഷയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ എന്താ അമ്മയെ വിചാരിക്കുക. എനിക്കും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം, പക്ഷെ എന്ത് ചെയ്യാനാണ്, നല്ല നേരം നോക്കിയിട്ട് ചടങ്ങുകൾ ആരംഭിക്കണ്ടേ. എങ്ങനെയാണെങ്കിലും അമ്മേ ശ്രുതിയല്ലേ സീനിയർ എന്നുള്ള കാര്യം നമ്മുടെ ശ്രുതി ഭയങ്കര സങ്കടത്തോടു കൂടി പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അശോകൻ ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, ഇത് കോളേജോ മറ്റോ ആണോ സീനിയർക്ക് പട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട്? നേരം പോകുന്നതിന് മുമ്പ് ചടങ്ങുകൾ ആരംഭിക്കണ്ടേ എന്ന് അശോകൻ ചോദിക്കുമ്പോൾ, കേട്ടില്ലേ അശോകൻ പറഞ്ഞത്, അതുപോലെ തന്നെ ചെയ്യാമെന്ന് രവി പറയുന്നത് കേൾക്കുമ്പോൾ അച്ഛനും എന്താ ഇങ്ങനെ തന്നെ പറയുന്നെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. പിന്നെ എന്ത് പറയാനാടാ, ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ, അവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരുത്താൻ വേണ്ടി പറ്റുമോ? അപ്പോ ഇങ്ങനെ ചെയ്താലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചന്ദ്രമൻ ചോദിക്കുമ്പോൾ, നീ എൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കുന്നത് തന്നെ വലിയ കാര്യം, എന്തായാലും നീ നോക്കിയും കണ്ട് എന്താ വേണ്ടെന്ന് വെച്ച് ചെയ്തോളാൻ പറയണേ, അങ്ങനെയാണെങ്കിൽ ഞാൻ മഹിമയുടെ അടുത്ത് പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ് ചന്ദ്രമതി നേരെ മഹിമയ്ക്ക് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അത് കഴിഞ്ഞ് മീരയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ശ്രുതിക്കരികിലേക്ക് ചെന്ന് പറയുന്നുണ്ട്, ആദ്യം വർഷയ്ക്കാണ് താലി പിരിച്ച് കോർക്കൽ ചടങ്ങ് നടത്താൻ വേണ്ടി പോകുന്നത്. നിന്റെ ആന്റി അച്ഛൻ വന്നതിന് ശേഷം ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞിട്ട് മാറ്റി. ഇവരെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആദ്യം എന്റേത് കഴിഞ്ഞു കഴിഞ്ഞാല് സമാധാനമായല്ലോ എന്ന് വിചാരിച്ച, എന്തായാലും നിന്റെ ആന്റി എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ് മോളെ നടക്കുന്നത്. എന്തായാലും നീ ടെൻഷനൊന്നും അടിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞ ആള് സജീവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രശ്നം നടക്കും. നീ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നടക്കില്ലേ മീര എന്ന് ചോദിക്കുമ്പോൾ, നീ ടെൻഷനാവൊന്നും വേണ്ടടി, ഞാൻ പറഞ്ഞതുപോലെ എല്ലാം നടക്കും, നിനക്ക് ഞാൻ ടീ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണേ മീര. അപ്പോഴേക്കും എന്റെ ചാടിത്തുള്ളിയുടെ ശ്രുതി വരുന്നുട്ടോ. എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് നിന്റെ അച്ഛൻ ഏത് ഫ്ലൈറ്റിലാണ് വരുന്നത്, ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് നമ്പേഴ്സ് ഒക്കെ ചോദിക്കാൻ കേട്ടോ. എന്താ ശ്രുതി ചോദിക്കുന്നത്? ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ല ശ്രുതി എന്തിനാ ഇപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, ആദ്യം അവിടെ വർഷയ്ക്കാണ് ചടങ്ങുകൾ നടക്കാൻ വേണ്ടി പോകുന്നത്. ശരി, അതിനിപ്പോ എന്താണ്, അവർ അറേഞ്ച് ചെയ്ത ഫംഗ്ഷൻ അല്ലേ, അവർ തന്നെ ഫസ്റ്റ് ചെയ്തോട്ടെ എന്ന് ശ്രുതി. എല്ലാം നീ കാരണമാണ്, നിന്റെ അച്ഛൻ വരാൻ ലേറ്റ് ആവുന്നത് കൊണ്ടാണ്. അല്ല അവരിന്ന് വരുമോ ഇല്ലയോ, നീ എന്റെ അടുത്തെങ്കിലും പറ. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുന്നുണ്ടേ. ഇപ്പൊ എന്താ ശ്രുതി പറഞ്ഞു വരുന്നത്, ഞാൻ കള്ളം പറയാണെന്നോ? അങ്ങനെയല്ല, അവര് ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ. ശ്രുതി എന്താ പറയുന്നത്, അച്ഛൻ ഇവിടെ അടുത്തുനിന്ന് എവിടെന്നെങ്കിലും വരുവാണോ? മലേഷ്യ എന്നാണ് വരുന്നത്, എന്തെങ്കിലും റീസൺ കാരണം ചിലപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആയെന്ന് വരും. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് മലേഷ്യ ഫ്ലൈറ്റ് റീച്ച് ആയോ എന്നുള്ള കാര്യം ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വിളിക്കുകയാണെ. എന്നാ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കേട്ടോ. എന്തിനാ ശ്രുതി നീ ഇപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നോക്കുന്നത്? ഫ്ലൈറ്റ് കയറിയവർക്ക് ഇറങ്ങാൻ അറിയില്ലേ, അവര് വന്നോളും, നീ നിന്റെ പണി നോക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുവാണ് കേട്ടോ ശ്രുതിയെ. നീ എന്തൊക്കെയോ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോവാണേ. ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് പുറത്ത് ചന്ദ്രമതിയും അതുപോലെ തന്നെ ഭാമയും ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും മഹിമ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ശ്രുതിയെ വിളിക്കാൻ വേണ്ടിയിട്ട്. വേണ്ട, ആദ്യം വർഷയ്ക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് മൂത്ത മരുമകൾക്ക് ചെയ്യണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്, എന്നിട്ടിപ്പോ എന്താ മാറ്റി പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷേ നിങ്ങളല്ലേ ഈ ഫംഗ്ഷൻ ചെയ്തത്, അതില് മറ്റൊരാൾക്കും കൂടെ നടത്താം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ വലിയ മനസ്സാണ്. എന്തായാലും നിങ്ങളുടെ മകൾക്ക് തന്നെ ആദ്യത്തെ പരിഗണന കിട്ടണം, അതുകൊണ്ട് വർഷയ്ക്ക് തന്നെ നമുക്ക് ആദ്യം ചടങ്ങുകൾ നടത്താം എന്ന് പറയാണ്. നിങ്ങളുടെ മൂത്ത മരുമകൾക്ക് ചടങ്ങുകൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, നിങ്ങളുടെ നന്മയ്ക്ക് ഞങ്ങൾ തരുന്ന ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വർഷയ്ക്ക് ആദ്യം ചെയ്യാന്നുള്ള കാര്യം പറയാണ്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എനിക്കും ഓക്കെ ആണെന്നുള്ള കാര്യം മഹിമ. അങ്ങനെ ഞാൻ വർഷയെ കൂട്ടിക്കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. ചന്ദ്രമതി പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതിക്ക് അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ മഹിമ. ശ്രുതി നീ റെഡിയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അതെ ആന്റി റെഡിയാണ്, നിനക്ക് ചടങ്ങ് ചെയ്യുന്നതിന് മുമ്പ് വർഷയ്ക്ക് ചെയ്യണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അറിയാം ആന്റി എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ, നീയല്ലേ മൂത്ത മരുമകള്, അപ്പോ വർഷയ്ക്ക് ചെയ്യുന്നത് കാണുമ്പോൾ നിനക്ക് വിഷമം ഉണ്ടാവില്ലെന്ന് ചോദിക്കുന്നുണ്ടേ മഹിമ. എന്തെങ്കിലും പ്രശ്നമുണ്ട്? കാരണം വർഷയും നീയും ഒരുമിച്ച് ജീവിക്കേണ്ട ആൾക്കാരാണ്, നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പാടില്ലല്ലോ. അതല്ല ആന്റി, എന്റെ അച്ഛൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓ, അപ്പൊ അതാണല്ലേ കാരണം. ആ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ എനിക്കെന്തോ വലിയ മര്യാദ തരുന്ന പോലെ എന്റെ അടുത്ത് നടിക്കുന്നു മനസ്സിൽ ചിന്തിക്കുകയാണേ മഹിമ. ഓ, അപ്പൊ നിന്റെ അച്ഛൻ ഇതുവരെ എത്തിയില്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ശരി, എന്തായാലും നിന്റെ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അച്ഛനും വേണമല്ലോ. വർഷയ്ക്ക് പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാണ്, എന്തായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, നീയും വാ എന്ന് പറയണേ. വരാ ആന്റി എന്ന് പറഞ്ഞിട്ട് മഹിമയെ പറഞ്ഞു വിടുവാണേ. അങ്ങനെ ഫംഗ്ഷൻ ആരംഭിക്കുകയാണ് കേട്ടോ വർഷയുടെ. ആദ്യം രണ്ട് അച്ഛനമ്മമാരിൽ നിന്നും അനുഗ്രഹം മേടിക്കുന്നുണ്ട്. ഫംഗ്ഷൻ നടക്കുന്നതിന്റെ മുമ്പ് തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ രേവതി. എന്നിട്ട് സച്ചിയുടെ അടുത്ത് വരാൻ വേണ്ടി പറയുമ്പോൾ സച്ചി ഇല്ല, അവിടെ തന്നെ ഇരിക്കാന്ന് വട്ടിൽ ഇങ്ങനെ നിൽക്കുവാണേ. ഫംഗ്ഷൻ നടക്കുന്നതിന്റെ ഇടയ്ക്ക്
ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആ സീറ്റിലിരിക്കായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ഇതെന്താ ടിക്കറ്റ് എടുത്തിട്ട് പോയിട്ടിരിക്കുന്ന സ്ഥലമാണോ സീറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്? അടുത്തത് എനിക്കില്ല നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആദ്യം നിനക്ക് നടന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടി അഭിമാനം ഉണ്ടായിരുന്നു നമുക്ക്. ഇതെന്താ വല്ല കോമ്പറ്റീഷനോ മറ്റോ ആണോ? ആദ്യം ചെയ്യുന്നവർ അവസാനം ചെയ്യുന്നവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് മീര എന്തായാലും അടുത്തത് ശ്രുതിക്ക് തന്നെയല്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം പറയുകയാണേ. മീരയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നിന്റെ കൂട്ടുകെട്ട് അങ്ങനെയാണെന്ന് പറയുകയാണേ. അതിനിടയ്ക്ക് നമ്മുടെ വർഷയിട്ട് സ്വർണ്ണമൊക്കെ കണ്ടിട്ട് നേരെ ചന്ദ്രമതിക്ക് അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ശ്രുതി. അമ്മേ, വർഷയ്ക്ക് ഇപ്പോൾ ഒരു 50,000 രൂപയൊക്കെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താണ് നീ പറയുന്നതെന്ന് ചോദിക്കുകയാണേ. അല്ല അമ്മേ, അവളുടെ ശരീരത്തിലിട്ടിരിക്കുന്ന മാലയുടെ കാര്യത്തെക്കുറിച്ചാണ്, ഇട്ടിരിക്കുന്ന സ്വർണത്തെക്കുറിച്ചാണ് കേട്ടോ സംസാരിക്കുന്നത്. എടാ, ഇവരൊക്കെ ഉള്ളൂരിലുള്ള ആൾക്കാരാണ്. എന്നാ മലേഷ്യയിൽ നിന്നും ശ്രുതിയുടെ അച്ഛൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിനേക്കാൾ കൂടുതൽ സ്വർണ്ണം ഇടും. അങ്ങനെയാകുമ്പോ എല്ലാവരുടെ ശ്രദ്ധയും ശ്രുതിയുടെ മേലായിരിക്കും. അതിനിടയ്ക്ക് മഹിമയാണെങ്കിൽ ചന്ദ്രമതിയെ സ്റ്റേജിലേക്ക് വിളിക്കാൻ കേട്ടോ. അതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് കയറി ചെല്ലുന്നുണ്ട് ബാമയോടൊപ്പം. വർക്കിൽ ഫംഗ്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ സച്ചിയുടെ അരികിൽ തന്നെ ഉണ്ട് കേട്ടോ മീര പറഞ്ഞു വിട്ടിരിക്കുന്ന ആള്. ഫംഗ്ഷൻ കഴിയാൻ വേണ്ടി ടൈം എടുക്കുന്നുള്ള കാര്യം തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോ ടൈം എടുക്കുന്ന സച്ചി ഇവിടെ ഇരുന്നിട്ട് ശരിക്കൊന്നും കാണുന്നില്ല, എന്നാ നിങ്ങൾ മുമ്പ് പോയി ഇരുന്നോളൂ എന്ന് സച്ചി പറയാണ് അദ്ദേഹത്തിന്റെ അടുത്ത്. എന്നിട്ട് മഞ്ഞളൊക്കെ തേച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. ചടങ്ങിന്റെ ഇടയ്ക്ക് താഴേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ശ്രുതി പിടിക്കാണ്. ശ്രുതി ഇവിടെ നിൽക്ക്, വർഷയിട്ട് താലി ചെയിൻ ഏകദേശം ഒരു 8-10 പവനൊക്കെ കാണില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ കാണും. നമ്മൾ മേടിച്ചത് കുറവായി പോയി, നിന്റെ അച്ഛൻ വരുന്ന സമയത്ത് കൊണ്ടുവരും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, ചിലപ്പോൾ കൊണ്ടുവരായിരിക്കും, ഞാൻ എന്തായാലും റൂമിലിരിക്കാന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവുകയാണ്. പക്ഷേ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടോ എല്ലാവരും ഹാപ്പി ആയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ചന്ദ്രമതി ശ്രുതിയുടെ ഫംഗ്ഷൻ നടത്താം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നീയല്ലേ പറഞ്ഞത് അവളുടെ അച്ഛൻ വന്നിട്ട് നടത്താം എന്നുള്ള കാര്യത്തെക്കുറിച്ച്? അതെ, അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ ഇനി ലേറ്റ് ആവുന്ന തോന്നുന്നത്, വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മലേഷ്യക്കാരൻ അച്ഛനെ കാണാന്നുള്ള കാര്യം വിചാരിച്ചിട്ട് ഇതുവരെ നടക്കുന്ന മട്ടില്ലല്ലോ എന്ന് അശോകൻ. അവര് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ അതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് രവി പറയണേ. ആ പെണ്ണിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവള് വരും തന്നെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ശ്രുതിയെയും കൂട്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ശ്രുതി മാലയൊക്കെ ഇട്ടിട്ട് ചടങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ട് മണ്ഡപത്തിലേക്ക് കയറാൻ വേണ്ടി നോക്കി നിൽക്കുവാണ്. രേവതിയും അതുപോലെ മീരയും കൂടി ചേർന്നിട്ടാണ് ശ്രുതിയെ കൊണ്ടുപോകുന്നത്. പക്ഷെ പോകുന്ന വഴിയിൽ രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിക്ക് ഒരു നുള്ളൊക്കെ കൊടുത്തിട്ട് പോകുന്നത്. ചിരിച്ചും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മീരയുടെ അടുത്ത് പറയുന്നുണ്ട്, ആ സച്ചിയെ വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കാകെ പ്രശ്നമായിരിക്കും. അങ്ങനെ ഫംഗ്ഷൻ തുടങ്ങുകയാണ്. ഫംഗ്ഷന് വേണ്ട കാര്യങ്ങളൊക്കെ ചന്ദ്രമതി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വർഷയ്ക്ക് ചെയ്ത ആ സന്തോഷമൊന്നുമില്ല കേട്ടോ. ഭയങ്കര ഗൗരവത്തോടു കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതേസമയം ആ സച്ചിക്ക് അരികിലേക്ക് ആള് ചോദിക്കുന്നുണ്ട് കേട്ടോ, പെണ്ണിനെയും ചെക്കനെയും കൊണ്ടുവന്നുകൊണ്ട് ഇപ്പോൾ ഉടനെ തന്നെ കല്യാണം നടക്കുമായിരിക്കുമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കല്യാണം നടന്നിട്ട് 5-6 മാസമായി എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ അറിയാത്ത പോലെ ചോദിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ വരുന്ന വഴിയിലൊരു കല്യാണം അറ്റൻഡ് ചെയ്തിട്ടാണ് വന്നത്, ആ ഒരു ഓർമ്മ ചോദിച്ചു പോയതാണെന്ന്. ഭാഗ്യം നിങ്ങൾ കാതുകുത്തിന് പോയിട്ട് വരാണ്ടിരുന്നത്, അല്ലെങ്കിൽ പയ്യൻ എപ്പോഴാ മൊട്ടയടിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചേനെ. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി, നമുക്കിടയിൽ ഒരു റാപ്പോ സെറ്റായില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ എന്ന് സച്ചി. എന്തായാലും കുറച്ച് നേരത്തിനുള്ളിൽ സച്ചിക്ക് അത് മനസ്സിലാകും. എന്തായാലും പരിപാടി ചടങ്ങുകളൊക്കെ കഴിയാൻ വേണ്ടി ടൈം എടുക്കുന്ന തോന്നുന്നതെന്ന് സച്ചിയുടെ അടുത്ത് പറയുമ്പോൾ സമയം എടുക്കുന്ന തോന്നുന്നതെന്ന് സച്ചി. അത്രയും നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടുവേദനയ്ക്കെന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ തല ഇങ്ങോട്ട് ചരിക്കാതെ നേരേക്ക് വെച്ചിരുന്നാൽ മതി. അതല്ല ബോസേ, നമുക്ക് ചുമ്മാ ഒന്ന് അവിടെ വരെ നടന്നിട്ട് വരാം. നമ്മളിന്ന് പാർക്കിലാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട്. വെളിയിൽ എൻ്റെ കാർ പാർക്കുണ്ട്, നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറയണേ. എന്തിനെന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട്. കാറിൽ ഒരു ഫുൾ സെറ്റപ്പ് ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് 2 കല്യാണമായോ എന്ന് ചോദിക്കണേ. അയ്യോ അതല്ല, എന്തായാലും ബോസേ വേറെ സെറ്റപ്പ് ഉണ്ട്, നമുക്കൊന്ന് പോയിട്ട് കണ്ടിട്ട് വരാമെന്ന് പറയുമ്പോൾ ഞാനല്ല, നിങ്ങൾ പോയിട്ട് വന്നോളൂ എന്ന് പറയണേ. ഞാൻ ഈ ചേര വിട്ടിട്ട് ഇന്ന് എങ്ങോട്ടേക്കും വരില്ല, ഇന്ന് മൗനവ്രതത്തിലാണെന്നുള്ള കാര്യം പറയുമ്പോൾ മൗനവ്രതമാണെന്നുള്ള കാര്യം പറയുന്ന ഒരേ ഒരാൾ ബോസ് മാത്രമാണെന്ന് പറയണേ. കുറച്ചൊക്കെ സംസാരിക്കാമെന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ. അത് ശരിയാണ്, മനുഷ്യർ കുറച്ച് സംസാരിക്കണം, കുറച്ച് കഴിക്കണം, കുറച്ച് മിക്സും ചെയ്യണം. എന്ത് മിക്സ് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞത്? അത് നിങ്ങൾ തന്നെ വന്ന് നോക്കൂ സച്ചി എന്ന് പറയുന്നുണ്ട്. ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കല്ലേ, അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ എങ്ങോട്ട് പോകാനെന്ന് സച്ചി. അത് ലേഡീസ് ഫംഗ്ഷൻ അല്ലേ, അതിനിടയ്ക്ക് നമുക്ക് എന്ത് കാര്യമുള്ളത്, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം, വാ ബോസ് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിക്കുകയാണ് സച്ചിയെ. ഞാൻ ഭയങ്കര ആഗ്രഹത്തോടു കൂടി വിളിക്കുന്നല്ലേ വാ ബോസ് എന്നൊക്കെ പറയുമ്പോ നിങ്ങളെന്താ കടയിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് പോകുന്ന പോലെ പിടിച്ചോണ്ട് പോകുന്നു.
നീ കൈവിട്, ഞാൻ വരാൻ പോന്ന് പറയാണേ. അങ്ങനെ സച്ചി അദ്ദേഹത്തിന്റെ കൂടെ പോകുന്നുണ്ട്. കൂട്ടിയിട്ട് കാറ് പാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? എന്നെ അവിടെ തരുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫംഗ്ഷനാണോ നടക്കാൻ വേണ്ടി പോകുന്നത്? നിങ്ങൾ അവിടെ തരാൻ വേണ്ടിയിട്ട് ബോസ് ഇങ്ങോട്ട് നോക്കെന്ന് പറഞ്ഞിട്ട് കാറിന്റെ ഡിക്കി ഓപ്പൺ ചെയ്ത് കൊടുക്കുവാണ്. ഫുള്ള് ബാർ സെറ്റപ്പ് പോലെ ഉണ്ട്. അല്ല, നിങ്ങളെന്താ ഫുള്ള് ബാർ സെറ്റപ്പിൽ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ബാറിലേക്ക് പോകാൻ വേണ്ടി പറ്റുമോ? അതുകൊണ്ട് ഞാൻ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ബാർ എടുത്ത് പോകുന്നിടത്തേക്ക് കൊണ്ടുപോകും എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് തോന്നും? അതൊന്നും ആരും കാണില്ല. കട തുറന്നിട്ട് ചുമ്മാ ഒന്ന് നോക്കാൻ പാടില്ല. ആദ്യമായിട്ടല്ലേ നിങ്ങൾ എന്റെ ബാറിലേക്ക് വന്നത്, അതുകൊണ്ട് വെറും കൈ കൊണ്ട് പോകാൻ വേണ്ടി പാടില്ല. വല്ല മുറുക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ തന്നിട്ട് പൊക്കോളൂ, അത് ഞാൻ എടുത്തോളാം എന്ന കാര്യം പറയുമ്പോൾ എപ്പം നോക്കിയാലും തമാശ. ഉള്ളിൽ പോയിട്ട് ഞാൻ ഭക്ഷണമൊക്കെ നോക്കി, നല്ല സൂപ്പർ ഫുഡാണ്. 2 പെഗടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ കയറിയിട്ട് നല്ല കുശാലായിട്ട് കഴിക്കാം. അങ്ങനെ സച്ചിക്ക് 2 പെഗ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് സന്തോഷമായിട്ടിരിക്കുന്ന സമയത്തും സങ്കടമായിട്ടിരിക്കുന്ന സമയത്തും ഇത് എടുക്കാതിരിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം. ഇപ്പൊ നമ്മൾ സന്തോഷത്തിലുള്ളത് എന്നാ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ സച്ചി ആദ്യം മേടിക്കണ്ട എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. പക്ഷെ മേടിക്കുന്നില്ല കേട്ടോ. അങ്ങനെ വീണ്ടും അയാള് കുടിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന സമയത്ത് ഗ്ലാസ് മേടിച്ചിട്ട് ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ 3 തുള്ളി പുറത്തേക്ക് ഇടുവാണേ. അങ്ങനെ കുടിക്കുന്നുണ്ടോ ഇല്ലെന്ന് കാണിക്കുന്നില്ല. അതേസമയം ഉള്ളിലാണെന്നുണ്ടെങ്കിൽ മധുസൂദന്റെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും നിങ്ങളുടെ മകളുടെ ചടങ്ങിന്റെ കൂടെ തന്നെ അവരുടെ ഭർത്താവിന്റെ ചേട്ടന്റെ ഭാര്യയുടെ ചടങ്ങും കൂടി നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ, അത് നിങ്ങളുടെ വലിയ മനസ്സാന്നൊക്കെ പറയുമ്പോൾ മധുസൂദനൻ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, അവർക്ക് ഇത്രയും വലിയൊരു ഗ്രാൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ നടത്താനുള്ള കഴിവില്ല. ഇത് രവി കേക്കാണ് കേട്ടോ പറയുന്നത്. അതൊരണക്കിന് ശരി തന്നെയാണ് സാറ് പറഞ്ഞത്. ആണിന്റെ വീട്ടില് അത്ര സാമ്പത്തികമായിട്ടുള്ള ശേഷിയൊന്നും ഇല്ല അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. നമ്മൾ കഴിച്ചതിന്റെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് കൊടുക്കില്ല. ഇതും അതുപോലെ വിചാരിച്ചാൽ മതി എന്ന് പറയുമ്പോഴേക്കും രവിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ രവി, അവൻ എന്ത് സംസാരിച്ചെന്ന് കണ്ടില്ലേ നീ രവി എന്ന് ചോദിക്കുകയാണ് അശോക്. അയാളുടെ ഗുണം നമുക്ക് അറിയാവുന്നതല്ലേ എന്ന് രവി ചോദിക്കുമ്പോൾ 4 വാക്ക് അവരുടെ അടുത്ത് പറയണമായിരുന്നു, അതൊക്കെ വിട്ടേക്ക് അശോക എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് രവി. അയാളുടെ മകളെ നമ്മുടെ വീട്ടിലേക്കാണ് കല്യാണം കഴിച്ചത്, അതുകൊണ്ട് അയാളാണ് വണക്കേണ്ടത്, അല്ലാതെ നീ മകന്റെ അച്ഛനാണ്. പിന്നെ നീ എന്തിനാ താഴ്ന്നു കൊടുക്കുന്നത്? ഇതില് മകന് എന്ന് പറയുന്നതിൽ എന്ത് വ്യത്യാസമുള്ളത്? നമ്മുടെ മൂത്തവരുടെ പ്രശ്നം ഒരിക്കലും മക്കളുടെ ജീവിതത്തെ ബാധിക്കാൻ വേണ്ടി പാടില്ല. അയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ, നമ്മളത് ശ്രദ്ധിക്കണ്ട. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ കേൾക്കാൻ വേണ്ടി പോയിട്ട് അവസാനം സച്ചി ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അല്ല, സച്ചിയെ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ടേ അശോകൻ. അവൻ പിന്നിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സച്ചിയെ കാണുന്നില്ല. രവിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ശ്രുതിക്ക് ഫംഗ്ഷൻ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ പൊക്കുന്ന രീതിയിൽ ഓരോരോ വാക്കുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീ ആരെയാ നോക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം, നീ നിന്റെ അച്ഛനെയല്ലേ നോക്കുന്നത്, എന്താ ലേറ്റ് ആവുന്നതെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് കണ്ട അതേപോലെ തന്നെ നീ ഇപ്പോഴും സുന്ദരിയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. നിനക്ക് ഒരു മാറ്റവും ഇല്ല എന്ന് പറയുമ്പോൾ എന്താ ശ്രുതി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതുപോലെ സംസാരിക്കുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ 1 വർഷം പോലും ആയില്ലല്ലോ എന്നൊക്കെ പറയുകയാണേ. അതിൻ്റെ ഇടയ്ക്ക് മീര പറയുന്നുണ്ട് അയാള് സച്ചിയെ കുടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി എന്നുള്ള കാര്യം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ചെറിയൊരു സന്തോഷമുണ്ട്. തുടർന്ന് നമ്മുടെ രേവതിയും ശ്രദ്ധിക്കാണ് കേട്ടോ സച്ചി അവിടെ കാണുന്നില്ല എന്നുള്ള കാര്യം. രവിക്ക് അരികിലേക്ക് ചെന്ന് പറയുന്നുണ്ട് സച്ചിയേട്ടനെ കാണുന്നില്ലല്ലോ എന്ന്. അതെ, ഞാനും അത് തന്നെയാണ് നോക്കുന്നത് രവി പറയുമ്പോൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയതായിരിക്കും, ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് രേവതി പുറത്തേക്ക് വരുന്നുണ്ട്. അതേസമയം സച്ചിയാണെന്നുണ്ടെങ്കിൽ കുടിക്കാത്ത ഗ്ലാസും പിടിച്ച് അങ്ങനെ തന്നെ നിൽക്കുവാണ്. അങ്ങനെ സച്ചിയുടെ അടുത്ത് എന്താ കുടിക്കാത്ത എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഭൂമി എന്താ കറങ്ങുന്നെന്നുള്ള കാര്യം അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചരിത്രമൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറയണേ. ഞാനും പഠിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെക്കണം. ആദ്യം ഞാൻ ഭൂമിക്ക് 2 തുള്ളി കൊടുത്തത് കണ്ടില്ലേ? കണ്ടു. എല്ലാ കുടികാരന്മാരും ഇങ്ങനെ ഭൂമിക്ക് 2 തുള്ളി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താകും? അതുകൊണ്ടാണ് ഭൂമി ചുറ്റുന്നത്. സച്ചി ആള് കൊള്ളാലോ. ഞാൻ വിചാരിച്ചു വലിയ എന്തോ കാര്യമാണ് സച്ചി പറയുന്നതെന്ന്. കുടിക്കുന്നതിന് മുമ്പ് തന്നെ സച്ചി ഇത്രയും ഫിലോസഫി ഒക്കെ പറയുന്നുണ്ടല്ലോ. എന്നാ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് സച്ചിയുടെ ഒരു ഫിലോസഫി ബുക്ക് തന്നെ എഴുതാലോ. വാ ബോസ്, നമുക്ക് സ്വർഗത്തിലേക്ക് പോവാ എന്ന് പറയണേ. അതിനിടയ്ക്ക് മീര വന്നിട്ട് നോക്കുന്നുണ്ട്. 2 പേരും ക്ലാസ് പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണല്ലോ മീര കാണുന്നത്. അപ്പൊ എന്തായാലും വർക്കൗട്ട് ആയി എന്നുള്ള കാര്യം മനസ്സിലായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഉള്ളിലേക്ക് പോവാണ്. അങ്ങനെ സച്ചിയുടെ അടുത്ത് എന്തായാലും ക്ലാസ്സിൽ ഒഴിച്ചു, ഞാൻ തന്നെ കുടിച്ച് ആരംഭിക്കാന്ന് പറഞ്ഞിട്ട് അയാൾ ആദ്യം കുടിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഫംഗ്ഷൻ നടക്കുന്ന അവിടെയാണ് കേട്ടോ കാണിക്കുന്നത്. മഹിമ വന്നിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ചന്ദ്രേ, ശ്രുതിയുടെ കണ്ണിൽ എന്തോ പെട്ടതുപോലുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്താന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ണിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നത്, എന്താ ശ്രുതി, നിന്റെ അച്ഛനെ ഇനിയും കാണാത്തത് എന്നാണ്? അറിയില്ല ആന്റി, കോള് പോകുന്നില്ല. നിനക്ക് എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇത് നീ എത്ര തവണ വർഷയുടെ അമ്മയുടെ അടുത്ത് വരെ ഞാൻ പറഞ്ഞു നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ള കാര്യം. അവര് വരെ വന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നു. ഇപ്പോ അവരുടെ അടുത്തൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്?
ഇവിടെ വർഷയുടെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് നീ എന്നെ നാണം കെടുത്താണല്ലേ? ഇല്ല ആന്റി, എനിക്ക് തന്നെ ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നീ ഇത് തന്നെ മറുപടി പറയേ. വർഷയെ നോക്ക്, അവൾക്ക് എന്തുപോലെ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം. നിന്റെ അച്ഛൻ വന്നിട്ട് നിനക്ക് ഒരുപാട് ഷീർ വെക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പോ എല്ലാവരും എന്നെ നോക്കിയിട്ട് ചിരിക്കില്ലേ? എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ കോമാളിയാക്കാണ്. വരില്ല എന്നുണ്ടെങ്കിൽ വരില്ല എന്ന് പറഞ്ഞ് തോലക്കണ്ടേ? അവര് വരുന്നു വിചാരിച്ചിട്ടില്ലേ നിനക്ക് ആദ്യം ചടങ്ങ് ചെയ്യാണ്ടിരുന്നത്? ആന്റി, സത്യത്തിൽ എനിക്ക് അച്ഛൻ എന്താ വരാത്തെന്നുള്ള കാര്യം അറിയില്ല. അവര് വരാതിരിക്കട്ടെ, ബാക്കി ഞാൻ നിനക്ക് അപ്പം തരാം. അതിൻ്റെ ഇടയ്ക്ക് ഭാമയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ, ചന്ദ്രമതി നല്ല ഡോസ് കൊടുക്കുകയാണ് ശ്രുതിക്ക് എന്നുള്ള കാര്യം. അങ്ങനെ ചന്ദ്രേ നീ വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണ്. അപ്പോഴേക്കും സ്റ്റേജിലേക്ക് മീര വരുന്നുണ്ട് കേട്ടോ. എന്താടി പറ്റിയെന്നുള്ള കാര്യം മാലയൊക്കെ ശരിയാക്കിക്കൊണ്ട് മീര ചോദിക്കുമ്പോൾ അവര് എന്നെന്തോ വിരട്ടിയിട്ട് പോവുകയാണ്. എന്തൊക്കെയാ ഇതുവരെ ഒന്നും അവരെന്നെ വരട്ടിയിട്ട് പോയത് കണ്ടില്ലേ? എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. എനിക്കിത് പേടിയാവുന്നുണ്ട്. ഇതുവരെ എന്താ ഒന്നും നടക്കാത്തത്? ഞാൻ പുറത്തു പോയിട്ട് നോക്കിയിട്ടാണ് വരുന്നത്. അവരെ കുടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും പ്രശ്നം തുടങ്ങാം, നീ നോക്കിയിരുന്നോ എന്ന് പറയാണ്. അങ്ങനെ ശ്രുതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.